സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കൊരുങ്ങി ബെവ്കോ. ഓൺലൈൻ ബുക്കിംഗിനായി മൊബൈൽ ആപ്പ് തയ്യാറാക്കി. സ്വിഗ്ഗി അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡെലിവറി സമയത്ത് 23 വയസ്സ് പൂർത്തിയായെന്ന് തെളിയിക്കുന്ന രേഖ കാണിച്ചാൽ മാത്രമേ മദ്യം നൽകുകയുള്ളൂ. രാവിലെ 10 മുതൽ രാത്രി 9 വരെ ആയിരിക്കും ഓൺലൈൻ ബുക്കിംഗ് എന്ന് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി 24 പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഇത് ബേസിക്കലി ഇപ്പോ സ്വിഗ്ഗി ഒരു പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട്, ഡെലിവറി പാർട്ട്ണറായിട്ട് നിൽക്കാനെന്ന്. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഗവൺമെന്റ് അംഗീകരിച്ചാൽ ഞങ്ങൾ ടെൻഡറിലേക്ക് പോയിട്ട് ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ഡെലിവറി പാർട്ട്ണറെ ഞങ്ങൾ ചൂസ് ചെയ്യും. ആപ്പിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെലിവറി പാർട്ട്ണർ ഷോപ്പിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് വീട്ടിൽ ഡെലിവർ ചെയ്യുമ്പോൾ ഡെലിവറി വാങ്ങുന്ന ആ വ്യക്തി 23 വയസ്സ് ക്രോസ് ആയാൽ മാത്രമേ ഡെലിവർ ചെയ്തിട്ട് തിരിച്ചു വരും. ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ആപ്പ് ഇപ്പോ ബുക്കിംഗ് ആപ്പായിട്ട് മാറും. ബുക്ക് ചെയ്തിട്ട് പിക്കപ്പ് കസ്റ്റമർ തന്നെ ചെയ്യേണ്ടി വരും. അതേസമയം ഓൺലൈൻ മദ്യവിൽപ്പനയിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. എന്നാൽ ബെവ്കോയുടെ പ്രപ്പോസൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. പക്ഷേ ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മദ്യനയ രൂപീകരണ സമയത്തും ഈ പ്രപ്പോസൽ ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സർക്കാർ ആലോചിക്കുന്നില്ല എന്നത്. ഇപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ച മദ്യനയമാണ്. ആ മദ്യനയത്തിനകത്തു നിന്നാണ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുക. അംഗീകരിച്ച മദ്യനയത്തിന് അകത്തു നിന്ന് മാത്രമേ സർക്കാർ ഏത് കാര്യത്തിലും തീരുമാനമെടുക്കൂ. നീക്കത്തിനെതിരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി KCBC രംഗത്തെത്തി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നീക്കത്തെ വിമർശിച്ചു. പ്രതികരണങ്ങളിലേക്ക്. മനീഷ് ബൈവാൾ തിരുവനന്തപുരത്ത് ചെയ്തു. മനീഷ്, എവിടെ ചിന്തിക്കുന്നു അവിടെ മദ്യപിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കാൻ അവസരമൊരുക്കുന്ന ഒരു സംവിധാനമാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ ഏറെയുണ്ട്. പിന്നെ നമ്മുടെ ഒരു പൊതു നയത്തിന് എതിരുമാണ്. എന്താണ് വിവരങ്ങൾ? സുഹൈൽ, നിലവിൽ സംസ്ഥാന സർക്കാരിന് 2000 കോടി രൂപയുടെ അധിക വരുമാനം കിട്ടും എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ബെവ്കോ ഇങ്ങനെ ഒരു പ്രപ്പോസൽ എക്സൈസ് വകുപ്പ് മുൻപിൽ കഴിഞ്ഞ മാസം സമർപ്പിച്ചത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, സിന്തറ്റിക് രാസലഹരിയുടെ ഒഴുക്ക് ആ രീതിയിൽ തടയാൻ ഈ രീതിയിൽ വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യുന്നു. മറ്റൊന്ന്, ടൂറിസം മേഖലയിൽ വിദേശത്തു നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം ഈ ഓൺലൈൻ മദ്യ വിപണി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെലിവറി സംവിധാനം ഒരുക്കുന്നത് ഗുണം ചെയ്യും. മറ്റൊന്ന്, ഈ രീതിയിൽ അധിക വരുമാനം. അങ്ങനെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രപ്പോസൽ കഴിഞ്ഞ മാസം കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ മന്ത്രിസഭ 3 വർഷങ്ങൾക്ക് മുൻപ് ഇതേ പ്രപ്പോസൽ കൈമാറിയിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ അത് ചർച്ചയ്ക്ക് എടുത്തുവെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തിരുന്നില്ല. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ മദ്യ നയത്തിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ ഡെലിവറിയെ സംബന്ധിച്ചുള്ള ആലോചന ഇല്ല എന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് അറിയിക്കുന്നത്. എടുത്തു ചാടിയുള്ള ഒരു നീക്കത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയില്ല. അതിന് സമൂഹം പാകപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഓൺലൈൻ ഡെലിവറി, അതായത് വാതിൽപ്പടി സംവിധാനത്തിലൂടെ ആളുകൾക്ക് നേരിട്ട് മദ്യം എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയുള്ളൂ എന്നുള്ളൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. പക്ഷേ ഇവിടെ ബെവ്കോ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്രപ്പോസലിനെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ തള്ളുന്നില്ല. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആലോചനയ്ക്ക് വിധേയമാക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഈ രീതിയിൽ വാതിൽപ്പടി സംവിധാനത്തിലൂടെ അധിക വരുമാനം കിട്ടും. ഒപ്പം തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 9700 കോടി രൂപയാണ് മദ്യ വിൽപ്പനയോടുകൂടി മാത്രം സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു. മദ്യമൊഴുക്കിയാണോ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ടതെന്ന മറുചോദ്യം ഉയരുന്നു. അങ്ങനെ വീട്ടിൽപ്പടി അല്ലെങ്കിൽ വാതിൽപ്പടിയിൽ മദ്യം എത്തുമോ ഇല്ലയോ? എന്തായാലും അന്തിമ തീരുമാനമായിട്ടില്ല. സമൂഹം പാകപ്പെടണം എന്നാണ് മന്ത്രി പറയുന്നത്. സമൂഹം എങ്ങനെ എപ്പോൾ പാകപ്പെടുമെന്ന് നമുക്ക് കണ്ടറിയാം.